നമസ്കാരം. ഇന്നത്തെ സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വൻ പ്രഖ്യാപനത്തിന് ഇടത് സർക്കാരും കോൺഗ്രസും. വയനാട് പുനരധിവാസത്തിന് നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം അടുത്ത ബുധനാഴ്ച. ഗുണഭോക്താക്കളെ കണ്ടെത്താൻ നാളെ നറുക്കെടുപ്പ്. KPCC നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ 26-ന്. നഷ്ടം നേരിട്ട കച്ചവട സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സഹായമായി നൽകുമെന്ന് സണ്ണി ജോസഫ്. സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം നേരിടാൻ സർക്കാർ. ഡയസ്നോൺ നിർബന്ധമാക്കി ആരോഗ്യ വകുപ്പ്. ഡോക്ടർമാരുടെ പട്ടിക ഇന്ന് തന്നെ കൈമാറാൻ നിർദ്ദേശം. OP ബഹിഷ്കരണവും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും നിർത്തിവെച്ചത് രോഗികളെ വലച്ചു. നിർമ്മിത ബുദ്ധിയെ ആണവോർജം പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക മുഖ്യമെന്നും AI പ്ലീനറി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. വിശാഖപട്ടണത്ത് $15 ബില്യൺ AI ഹബ് സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ CEO സുന്ദർ പിച്ചായ്. 45 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ സമാപനം. ആറന്മുളയിലെ വിവാദ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയിൽ നിന്ന് പിന്മാറി സംസ്ഥാന സർക്കാർ. തീരുമാനം പ്രദേശത്തെ വെള്ളക്കെട്ട് സാധ്യതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടി. നടപടി പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ. പദ്ധതിയുമായി രംഗത്തെത്തിയത് KGS ഗ്രൂപ്പ്. KTDC അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് PK ശശി. തീരുമാനം ശശിയെ നീക്കണമെന്ന CPM പാലക്കാട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടതിന് പിന്നാലെ രാജി UDFുമായി അടുക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെ വാർത്ത തള്ളാതെ സണ്ണി ജോസഫ്. രാജി സ്വന്തം ഇഷ്ടപ്രകാരമെന്നും UDFുമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും PK ശശി. വിവാദ ചിത്രം ദി കേരള സ്റ്റോറി 2വിന്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന ഹർജിയിൽ സെൻസർ ബോർഡിന് നോട്ടീസ് അയച്ച് കേരള ഹൈക്കോടതി. പ്രദർശനം തടയണമെന്ന ഹർജിയിൽ വിശദീകരണം തേടി സെൻസർ ബോർഡിനും നിർമ്മാതാക്കൾക്കും നോട്ടീസ്. ഹർജി ചൊവ്വാഴ്ച പരിഗണിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കും. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളം പുതിയൊരു ചരിത്രം കുറിക്കുന്നു എന്ന കുറിപ്പോടെയാണ് മുഖ്യമന്ത്രി വിവരം അറിയിക്കുന്നത്. ഇത് ഒരു ഉദ്ഘാടനം മാത്രമല്ല, നമ്മുടെ നാടിന്റെ അതിജീവനത്തിന്റെ മഹത്തായ പ്രഖ്യാപനം കൂടിയാണെന്ന് വിശദീകരണത്തോടെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് മുഖ്യമന്ത്രി പങ്കുവച്ചത്. വിശദാംശങ്ങളുമായി രജിത് കുമാർ ചേരുന്നുണ്ട്. രജിത്ത്, ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ അതിജീവനത്തിന്റെ മഹത്തായ പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വമ്പൻ പ്രഖ്യാപനം എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? തീർച്ചയായും അതിജീവനത്തിൻ്റെ വലിയൊരു കുതിപ്പ് തന്നെയാണ് എന്ന് മുഖ്യമന്ത്രി. അതിജീവനത്തിൻ്റെ ഒരു കാരണം തന്നെ മഹത്തായ ഒരു ഉദാഹരണം കൂടിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ തന്നെ അത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഈ 25-ാം തീയതി താക്കോൽ ദാനത്തിനുള്ള ഡേറ്റ് എടുത്തിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. 410 വീടുകളാണ് കൽപ്പറ്റ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത്. അതിൽ തന്നെ ഒന്നാം ഘട്ടമായി 178 വീടുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. വീട് 1000 ചതുരശ്ര അടിയിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത്. ഈ പ്രകൃതി ദുരന്തത്തെയൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകൾ, 2 നില വീടുകൾ നിർമ്മിക്കണമെങ്കിൽ അത് ഫൗണ്ടേഷനിൽ തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വീടുകളൊക്കെയാണ്. പ്രധാനമായും 1000 സ്ക്വയർ ഫീറ്റിൽ പ്രധാന കിടപ്പുമുറി, 2 മുറികൾ, ലിവിംഗ് റൂം, സിറ്റ് ഔട്ട് തുടങ്ങിയവയാണ് ഈ വീടിൻ്റെ ഒരു ഉള്ളത്. ഡൈനിങ്ങും അതുപോലെ തന്നെ അടുക്കള, സ്റ്റോർ റൂം, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടാണ് ഈ വീടുകളുടെ ഒരു നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. റോഡ്, ആരോഗ്യ കേന്ദ്രം ഉൾപ്പെടെയുള്ള ഒരു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്തുണ്ടാകുമെന്ന കാര്യം നേരത്തെ തന്നെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്ലാനുകളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. കൃത്യമായി പറഞ്ഞാൽ ഇത് 2025 മാർച്ച് 27-നാണ് അന്ന് തറക്കല്ലിടുന്നത്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ 25-ാം തീയതി അത് അർഹതപ്പെട്ട ആളുകൾക്ക് കൈമാറും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിൽ തന്നെ അർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും വീട് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്ഥലവും വീടും നഷ്ടപ്പെട്ട ആളുകളെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ പരിഗണിക്കുന്നത്. അവരുടെ നറുക്കെടുപ്പടക്കം നാളെ നടക്കും അവിടെ ഈ കൽപ്പറ്റ
കൽപ്പറ്റ ടൗൺഷിപ്പിനോട് ചേർന്ന് തന്നെ അവിടെ തന്നെയാണ് ഇന്ന് നറുക്കെടുപ്പ് അടക്കം നടക്കുക. 25-ാം തീയതി നടക്കുന്ന പരിപാടിയിൽ മന്ത്രി കെ രാജൻ അധ്യക്ഷത വഹിക്കുകയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മറ്റു മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്യും. അത് തന്നെ ഒരു വലിയ പ്രചാരണ പരിപാടിയായി തന്നെ സംഘടിപ്പിക്കത്തക്ക തരത്തിലാണ് പരിപാടികൾ മുന്നോട്ട് പോകുന്നത്. ഇന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്ക് വഴിയാണ് ഈ കാര്യങ്ങളൊക്കെയും കൃത്യമായി ഡേറ്റ് സഹിതമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. 410 വീടുകളും അതുപോലെ തന്നെ 10 വീടുകളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ബാക്കിയുള്ള വീടുകളെയും അതിൽ തന്നെയാണ് 178 വീടുകൾ ആദ്യഘട്ടത്തിൽ നൽകുന്നത്. 25-ാം തീയതി അതിൻ്റെ താക്കോൽദാനമടക്കം നൽകാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുകയാണ്. ശരി, മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്കായി നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിന്റെ ആദ്യഘട്ട ഉദ്ഘാടനം ഈ മാസം 25-ന് നടക്കും. മുഖ്യമന്ത്രിയാണ് ഇക്കാര്യം അറിയിച്ചത്. കേരളം പുതിയൊരു ചരിത്രം കുറിക്കുന്നു എന്ന കുറിപ്പോടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ഫേസ്ബുക്കിൽ അറിയിച്ചത്. ഒപ്പം തന്നെ കോൺഗ്രസും വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വലിയ പ്രഖ്യാപനങ്ങളുമായി ഒപ്പത്തിനൊപ്പമുണ്ട്. വയനാട് ദുരന്തത്തിന് ഇരയായവർക്ക് KPCC നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടൽ 26-ന് രാഹുൽ ഗാന്ധി നിർവഹിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. 3.4 ഏക്കർ സ്ഥലം നിലവിൽ രജിസ്റ്റർ ചെയ്തു. നഷ്ടം നേരിട്ട കച്ചവട സ്ഥാപനങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം സഹായമായി നൽകും. ആകെ 100 വീടുകൾ നിർമ്മിക്കും. ആദ്യഘട്ടത്തിൽ 50 വീടുകൾ നിർമ്മിക്കുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ പ്രയാസങ്ങൾ അനുഭവിച്ചവർക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് കോൺഗ്രസ് പാർട്ടി നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ തറക്കല്ലിടിൽ കർമ്മം 26-ാം തീയതി, ഈ മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് 2:30 മണിക്ക് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിർവഹിക്കുന്നതാണ്. കൽപ്പറ്റയിലെ മേപ്പാടിയിൽ നടക്കുന്ന ചടങ്ങിൽ AICC ജനറൽ സെക്രട്ടറിമാർ പ്രിയങ്ക ഗാന്ധി MP നിലവിലെ 3.24 ഏക്കർ സ്ഥലം ഇതിനായിട്ട് രജിസ്റ്റർ ചെയ്തു. ഈ ആഴ്ചയിൽ തന്നെ 2.18 ഏക്കർ സ്ഥലം കൂടി രജിസ്റ്റർ ചെയ്യും. ഈ അങ്ങനെയുള്ള 5.5 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 50 വീടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ തുടർന്നുള്ള വീടുകളുടെ നിർമ്മാണത്തിനുള്ള സ്ഥലവും ഏറ്റെടുക്കും. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം നേരിടാനൊരുങ്ങിയ സർക്കാർ ഡയസ്നോൺ നിർബന്ധമാക്കി. സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ പട്ടിക കൈമാറാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ചിലർ ഹാജർ രേഖപ്പെടുത്തിയ ശേഷം സമരത്തിൽ പങ്കെടുക്കുന്നുവെന്നും സർക്കാർ കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം KGMCTAയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്കുള്ള ധർണ സംഘടിപ്പിച്ചു. പുറത്തിറങ്ങിയ ഉത്തരവ് പ്രകാരം പണിമുടക്കിലോ സമരത്തിലോ പങ്കെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ആ കാലയളവിൽ ഡയസ്നോൺ നിർബന്ധമാക്കിയിരിക്കുകയാണ്. എന്നാൽ ചിലരെങ്കിലും ഹാജർ രേഖപ്പെടുത്തിയതിനു ശേഷം പണിമുടക്കിൽ പങ്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന കണ്ടെത്തലിന് പിന്നാലെ അത്തരക്കാരുടെ പേരുവിവരങ്ങൾ കൃത്യമായി കൈമാറണമെന്നാണ് ജില്ലാ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് അഡീഷണൽ സെക്രട്ടറി ഉത്തരവ് നൽകിയിരിക്കുന്നത്. അതേസമയം സമരത്തിന്റെ ഭാഗമായി KGMCTA സെക്രട്ടേറിയറ്റിലേക്ക് ധർണ നടത്തി. അടിയന്തര ശസ്ത്രക്രിയ ഒഴികെ മുഴുവൻ ശസ്ത്രക്രിയകളും നിർത്തിവച്ചിരിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അനിശ്ചിതകാല OP ബഹിഷ്കരണം ആരംഭിച്ചത്. ശമ്പള പരിഷ്കരണ കുടിശ്ശിക അന്യായമായി നീട്ടിവെക്കുന്നത് അവസാനിപ്പിക്കുക, ശമ്പള പരിഷ്കരണ ഉത്തരവിലെ അപാകതകൾ പരിഹരിക്കുക, താൽക്കാലിക കൂട്ടസ്ഥലം മാറ്റങ്ങൾ ഒഴിവാക്കുക, ആവശ്യത്തിന് തസ്തികകൾ സൃഷ്ടിച്ച് മെഡിക്കൽ കോളേജുകളുടെ പ്രവർത്തനം സുഗമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ പ്രതിഷേധം. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ ഇനിയും സമരം കടുപ്പിക്കാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KGMCTAയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ സമരം 4ാം ദിവസത്തിലേക്ക് കടന്നതോടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല സ്തംഭിക്കുകയാണ്. അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഇന്നു മുതൽ നടത്തില്ലെന്നാണ് ഡോക്ടർമാരുടെ തീരുമാനം. അതേസമയം ശസ്ത്രക്രിയയ്ക്കായി തീയതി ലഭിച്ചു കാത്തിരിക്കുന്ന നിരവധി രോഗികളും ഇതോടെ ആശങ്കയിലാണ്. ഇന്നു മുതൽ അനിശ്ചിതകാലത്തേക്ക് അടിയന്തര ശസ്ത്രക്രിയ ഒഴികെ മറ്റെല്ലാ ശസ്ത്രക്രിയകളും മാറ്റിവെച്ചാണ് KGMCTA സമരം ശക്തമാക്കുന്നത്. വാർഡിൽ കഴിയുന്ന രോഗികളിൽ ഗുരുതരാവസ്ഥയിലുള്ള കേസുകൾ എമർജൻസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ശസ്ത്രക്രിയ നടത്തും. കാഷ്വാലിറ്റി, ലേബർ റൂം, ICU, IP ചികിത്സ, മറ്റടിയന്തര ചികിത്സകൾ, പോസ്റ്റ്മോർട്ടം പരിശോധന എന്നിവയെ സമരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 26 മുതൽ എല്ലാ പരീക്ഷാ ജോലികളിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുമെന്നും സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. അതേസമയം ഡോക്ടർമാർ സമരം കടുപ്പിച്ചതോടെ രോഗികളാണ് വലയുന്നത്. കൈക്ക് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, KVR ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 6 ആഴ്ചയായി. അപ്പോൾ 2 ആഴ്ച മുമ്പ് അന്നേരം പറഞ്ഞു ഈ രണ്ടാഴ്ച കൂടി കഴിഞ്ഞിട്ട് റെഡിയാക്കാമെന്നാണ്, റിമൂവ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഇവിടെ എത്തിയവരാണ് പറഞ്ഞത് സമരത്തിലാണ്. ഓൺലൈനായിട്ട് എടുത്തതാണ് OP ടിക്കറ്റ്. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ വന്നവരാണ് മൊത്തം കാലിയാണ്, ഡോക്ടേഴ്സ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് റിമൂവ് ചെയ്ത് കിട്ടിയില്ല, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഞാൻ ആംബുലൻസിലെ ഡ്രൈവറാണ്. ഇവിടെ ഇന്നലെ മെഞ്ഞാന്നൊക്കെ വന്നിട്ട് വളരെയേറെ ബുദ്ധിമുട്ടാണ്. ഡോക്ടർമാർ എന്തിനാ സമരം ചെയ്യുന്നത് ഏതാണെന്നുള്ളത് ഒരു പിടുത്തൂല. കാരണം വെച്ചാൽ ഇപ്പം പേഷ്യൻറ്റിനെ കൊണ്ടുവന്നിട്ട് വണ്ടി അവിടെ എടുക്കുക, ഇതാണ് ഇവിടുത്തെ സ്ഥിതി.
വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ശരാശരി ഒരു ദിവസം 80ഓളം ശസ്ത്രക്രിയകളെങ്കിലും വിവിധ വിഭാഗങ്ങളിലായി ഓരോ മെഡിക്കൽ കോളേജിലും നടക്കുന്നുണ്ട്. ഇതാണിപ്പോൾ നിലച്ചിരിക്കുന്നത്. ഘട്ടം ഘട്ടമായാണ് സമരം ശക്തമാക്കിയതെന്നും സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുന്നില്ലെന്നുമാണ് KGM-CTA പരാതി. ഭാവിയിലെ ഡോക്ടർമാരാണ് ഇവിടെ പഠിക്കുന്നത്, അതും ഇവിടെ ഹെക്റ്റിക് ആയിട്ടുള്ളൊരു ഷെഡ്യൂൾഡാണ്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ അക്കാഡമിക് ബോയ്ക്കോട്ടിലേക്ക് നമ്മളെ തള്ളിവിടുകയാണ് സർക്കാർ ചെയ്യുന്നത്. കാരണം നമ്മൾ പടിപടിയായിട്ടാണ് നമ്മുടെ സമരം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. 24ാമത്തെ ദിവസമാണ് ഞങ്ങളുടെ നിരാഹാര സമരം, 4ാമത്തെ ദിവസമാണ് OP ബഹിഷ്കരണം, കണ്ടിന്യൂസ് ആയിട്ടുള്ള OP ബഹിഷ്കരണം. ഇന്നിപ്പോൾ എലക്റ്റീവ്സാണ് ബഹിഷ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നീങ്ങിയിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഉചിതമായ അല്ലെങ്കിൽ ന്യായമായ ഒരു തീരുമാനം ഇതുവരെയും വന്നിട്ടില്ല. സമരം 4 ദിവസം പിന്നിടുമ്പോഴും സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകാത്തതാണ് ആരോഗ്യ മേഖലയെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത്. ജോലിഭാരം ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് PG ഡോക്ടർമാരും സമരത്തിലേക്ക് കടക്കാനിരുന്നതാണ്. ചർച്ചയോടെ PG ഡോക്ടർമാർ സമരത്തിൽ നിന്നും പിന്മാറി. രേഖാമൂലമുള്ള ഉറപ്പ് കിട്ടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ PG ഡോക്ടർമാരും സമരത്തിലേക്ക് നീങ്ങും. ഇത് സർക്കാരിനെയും ആരോഗ്യ മേഖലയെയും കടുത്ത പ്രതിസന്ധിയിലേക്കും തള്ളിവിടും. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്. കേരള സ്റ്റോറി 2 സിനിമയുടെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സെൻസർ ബോർഡിന് ഹൈക്കോടതി നോട്ടീസ്. സെൻസർ അനുമതി നിയമവിരുദ്ധമെന്ന ആരോപണം. ഹർജി അടുത്ത ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. കേരള സ്റ്റോറി 2ാം ഭാഗം കേരളത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. 1ാം ഭാഗം വന്നപ്പോൾ എങ്ങനെ പ്രതികരിച്ചുവോ അതേ നിലപാട് തുടരും. കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങൾ യോജിച്ച് നടത്തിയ മുന്നേറ്റവും മതനിരപേക്ഷത, ജനാധിപത്യം, വികസനം തുടങ്ങിയ നേട്ടങ്ങളിലെ അസൂയയും കൊണ്ടാണ് ഇത്തരം നീക്കമെന്നും അദ്ദേഹം പറഞ്ഞു. അതിൻ്റെ 1ാം ഭാഗം വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. 2ാം ഭാഗത്തിലും ആ നിലപാട് തന്നെ. കേരളത്തെ അപകീർത്തിപ്പെടുത്താനും കേരളം നേടിയ നേട്ടങ്ങൾ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിൻ്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല. കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം യോജിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ, അത് മതനിരപേക്ഷയുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ, കേരളത്തിൻ്റെ വികസനത്തിൽ, ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ്. അതിൻ്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമാ മേഖലയിലൂടെ, ചലച്ചിത്രങ്ങളിലൂടെ പ്രദർശിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നിർമ്മിത ബുദ്ധിയെ ആണവോർജ്ജം പോലെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക മുഖ്യമെന്നും AI പ്ലീനറി സമ്മേളനത്തിൽ പ്രധാനമന്ത്രി. 45 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന AI ഇംപാക്ട് ഉച്ചകോടിക്ക് നാളെ സമാപനം. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. ലോകം ഉറ്റുനോക്കുന്ന ഉച്ചകോടിയിൽ ടെക് രാജാക്കന്മാർ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ രാജ്യത്തിന് വൻ നിക്ഷേപ വാഗ്ദാനങ്ങളാണ്. ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, കൽക്കോം തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം ഇതിനോടകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഡാറ്റാ സെന്ററുകളും പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലുകളും വികസിപ്പിക്കാനാണ് കമ്പനികളുടെ പദ്ധതി. ഇത് രാജ്യത്തെ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ വിപ്ലവത്തിന് കാരണമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. AI വികസിപ്പിക്കുന്നതിനോടൊപ്പം ആഗോള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് പ്രധാനമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. മനുഷ്യരും ബുദ്ധിപരമായ സംവിധാനങ്ങളും ഒരുമിച്ച് സൃഷ്ടിക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഒരുമിച്ച് പരിണമിക്കുകയും ചെയ്യുന്ന ഒരു യുഗത്തിലേക്ക് നാം പ്രവേശിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം നിർമ്മിത ബുദ്ധിയിലൂടെ നിർണായക ചുവട് വയ്ക്കുമ്പോഴും കരുതലുണ്ടാകണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. कि AI जैसी तकनीक तभी दुनिया के लिए लाभकारी होगी जब उसे शेयर किया जाएगा, जब कोड ओपन होंगे और शेयर किए जाएंगे, तभी हमारे मिलियंस ऑफ यंग माइंड्स उन्हें बेहतर और सुरक्षित बना पाएंगे. രാവിലെ 11 മണിയോടെ മറ്റു നേതാക്കൾക്കൊപ്പം പ്രധാനമന്ത്രി ഇന്ത്യ AI ഇംപാക്ട് എക്സ്പോ 2026 വിവിധ രാജ്യങ്ങളുടെ പവലിയനുകളും സന്ദർശിച്ചു. ലീഡേഴ്സ് പ്ലീനറിയിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ഭരണനിർവഹണം, അടിസ്ഥാന സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര സഹകരണം എന്നിവയുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ AI ബന്ധപ്പെട്ട ദേശീയ ആഗോള മുൻഗണനകൾക്ക് രൂപം നൽകും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അടക്കം 20 രാഷ്ട്ര നേതാക്കളും 45 രാഷ്ട്രങ്ങളിൽ നിന്നുമുള്ള മന്ത്രിതല സമിതിയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നു. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസും ഉദ്ഘാടനം
പ്രഖ്യാപന ചടങ്ങിൽ പങ്കെടുത്തു. 2 ദിവസത്തെ ഉച്ചകോടിയിൽ AI കമ്പനികളുടെ CEOമാർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധരടക്കം 500ഓളം പേർ പങ്കെടുക്കും. ഇന്ത്യയെ ആഗോള AI ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. AI ചിലരുടെ കുത്തകയാകരുതെന്നും ജനാധിപത്യ ഉപയോഗം പ്രോത്സാഹിപ്പിക്കണം എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് കരുത്തേകി ഗൂഗിളിന്റെ നിർണായക പ്രഖ്യാപനങ്ങൾ. വിശാഖപട്ടണത്ത് $15 ബില്യൺ പദ്ധതി പ്രഖ്യാപിച്ച് ഗൂഗിൾ CEO സുന്ദർ പിച്ചായ്. ഗിഗാവാട്ട് സ്കെയിലുള്ള കമ്പ്യൂട്ടിംഗ് ശേഷിയും സമുദ്ര കേബിൾ ഗേറ്റ്വേയും ഉൾപ്പെടുന്നതാകും ഈ ഹബ്ബ്. 2026 AI ഇംപാക്ട് സമ്മിറ്റിൽ സംസാരിക്കവെയാണ് ഗൂഗിൾ CEO സുന്ദർ പിച്ചായ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പുതിയ പദ്ധതികൾ അവതരിപ്പിച്ചത്. ഇന്ത്യ AI രംഗത്ത് അസാധാരണമായ ഒരു വളർച്ചാ പാതയിലാണെന്നും ആ യാത്രയിൽ പങ്കാളിയാകാൻ ഗൂഗിൾ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കൊല്ലത്ത് കണ്ണനല്ലൂരിൽ പുതിയ പോലീസ് സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം മുടങ്ങിയതിൽ വിവാദം. PC വിശ്വനാഥ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണം നിശ്ചയിച്ചിരുന്നത്. നിശ്ചയിച്ച പരിപാടി മുടങ്ങിയത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടെന്ന് MLAയുടെ ആരോപണം. അടിസ്ഥാനരഹിതമായ കാര്യമാണ് MLA പറയുന്നതെന്ന് CPM ജില്ലാ നേതൃത്വം മറുപടി നൽകി. രാവിലെ 10 മണിക്കാണ് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ കണ്ണനല്ലൂർ സ്റ്റേഷന് പുതിയ കെട്ടിടത്തിനുള്ള കല്ലിടൽ നിശ്ചയിച്ചിരുന്നത്. വാടക കെട്ടിടത്തിൽ നിന്ന് മാറി സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ MLA PC വിശ്വനാഥ് 2 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ രാത്രിയാണ് ACP ഓഫീസിൽ നിന്ന് ഉദ്ഘാടനം നടത്താൻ പറ്റില്ലെന്ന് MLAയെ അറിയിച്ചത്. പോലീസ് ആസ്ഥാനത്തും ആഭ്യന്തര വകുപ്പിലും പരിപാടിയുടെ അറിയിപ്പ് കിട്ടിയില്ലെന്നും ഉദ്ഘാടനം മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. MLA ഫണ്ടിൽ നിന്നും പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് അങ്ങോട്ടൊരു കെട്ടിടം നിർമ്മിച്ചു കൊടുക്കുകയാണ്. 2 കൊല്ലത്തോളം ഇതിൻ്റെ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില തർക്കങ്ങളിൽ ഇത് കുടുങ്ങിക്കിടന്നതാണ്. അതെല്ലാം പരിഹരിച്ചിട്ടാണ് ഇപ്പോൾ കല്ലിടാൻ പോയത്. ഞാൻ മനസ്സിലാക്കുന്നത് പോലീസിനല്ല പ്രശ്നം, ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാനിനി കല്ലിടുന്നതിനകത്താണ് ഇവർക്ക് പ്രയാസമുള്ളതെങ്കിൽ ഇനി കല്ലൊന്നും ഔദ്യോഗികമായിട്ട് ഇടാതെ തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പണി ആരംഭിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ മതി. ആ പണിക്കിട്ട് പണി വെക്കാതിരുന്നാൽ ജനങ്ങൾക്ക് എത്രയും വേഗം ഒരു പോലീസ് സ്റ്റേഷൻ, സൗകര്യമുള്ള ഒരു പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകും. MLAയുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് CPM ജില്ലാ നേതൃത്വം പ്രതികരിച്ചു. കുണ്ടറ MLA വിഷ്ണുനാഥ് ഉയർത്തിയിരിക്കുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒന്നാണ്. എന്തിനും ഏതിനും CPIM-ന്റെ മേൽ പഴിചാരി ജനങ്ങളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നത് UDF നേതാക്കന്മാരുടെയും വിഷ്ണുനാഥിന്റെയും ഒക്കെ തന്നെ ഒരു വിനോദമായി മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കുണ്ടറയിൽ LDF UDF സൈബർ പോര് രൂക്ഷമാണ്. കശുവണ്ടി ഫാക്ടറിയിൽ MLAയെ തടഞ്ഞെന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണം CPM-ന് ക്ഷീണമുണ്ടാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ സ്റ്റേഷൻ നിർമ്മാണ ഉദ്ഘാടനം തടയലിലേക്കും വഴിവെച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ച് PK ശശി ടൂറിസം സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം രാത്രിയാണ് രാജിക്കത്ത് കൈമാറിയത്. CPM വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് PK ശശി പദവി ഒഴിഞ്ഞത്. PK ശശിക്കെതിരെ CPM പാലക്കാട് ജില്ലാ ഘടകത്തിൽ കടുത്ത വിയോജിപ്പാണ് നിലനിൽക്കുന്നത്. KTDC പദവി ഒഴിയണമെന്ന ആവശ്യം വളരെ നേരത്തെ തന്നെ പാലക്കാട് ഘടകം മുന്നോട്ട് വെച്ചിരുന്നു. സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നാണ് ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് PK ശശിയെ തരം താഴ്ത്തിയിരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പാർട്ടി നേതൃത്വവുമായി അകന്നു നിന്ന ശശി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള LDF ജാഥയിലും പങ്കെടുത്തിരുന്നില്ല. അതേസമയം ആരുടെയും നിർദ്ദേശപ്രകാരമായിരുന്നില്ല രാജിയെന്നും ഒരു UDF നേതാക്കളുമായും ഇതുവരെയും സംസാരിച്ചിട്ടില്ലെന്നും PK ശശി പറഞ്ഞു. KTDCയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വമനസ്സാലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിക്കും ടൂറിസം ഡയറക്ടർക്കും ടൂറിസം സെക്രട്ടറിക്കും ഒഫീഷ്യലായിട്ട് എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്തത്. PK ശശി മാത്രമല്ല പലരും ബന്ധപ്പെടുന്നുണ്ടെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ശശിയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചിട്ടില്ല. CPM-നുള്ളിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക എന്നും KPCC അധ്യക്ഷൻ തൃശ്ശൂരിൽ പറഞ്ഞു. പലരും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ LDF-ൽ നിന്ന്. അതും സാധ്യതകളുണ്ട്. CPM-ന്റെ അകത്ത് വലിയ ആഭ്യന്തര പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ ഏകാധിപത്യ പ്രവണത, അഴിമതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട്, പണാപഹരണം, ശബരിമല കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പ്രതിഷേധമുള്ള പലരുമുണ്ട്. PK
കെ ശശിയുടെ കൂടുമാറ്റത്തിൽ ജനം വിലയിരുത്തുമെന്ന് ബിനോയ് വിശ്വം. ഇന്നലെ വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിച്ച സ്ഥാനമാനങ്ങൾ ലഭിക്കാത്ത ആളുകൾ അപ്പുറത്തേക്ക് പോകുന്നത് ജനം കാണുന്നുണ്ടെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. അനിൽകുമാറിന്റെ വീടിന് മുന്നിൽ റീത്ത് വെച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയക്കാരല്ല, അവർ അങ്ങനെ ചെയ്യില്ലെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിന്നവർ ആരുമാകട്ടെ, CPM-കാരോ CPI-ക്കാരോ, അവരിങ്ങനെ രാഖ്യരാമാനം കക്ഷി മാറി BJP-യിലേക്കും കോൺഗ്രസിലേക്കും പോകുമ്പം അവരെല്ലാവരെയും ജനം വിലയിരുത്തും. ഇത്രയുള്ള ഇവരൊക്കെ എന്തെങ്കിലും പദ്ധതികൾ സ്ഥാനമാനങ്ങളെ കാണിച്ചുകൊണ്ട് ആരെങ്കിലും ചൂണ്ടയിട്ടാൽ ആ ചൂണ്ടകൾ കൊത്തുന്ന നിസ്സാരന്മാരാണെന്ന് തെളിയിക്കുകയാണ് അവർ. അതുകൊണ്ട് അവരെ വിട്ടൊന്നും പറയാനില്ല. എനിക്കറിയില്ല, ഡാമേജ് ഒന്നും ഉണ്ടാവില്ല. തിരഞ്ഞെടുപ്പിലെ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ച് UDF. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയിലാണ് വിദ്യാഭ്യാസ നയം പ്രഖ്യാപിച്ചത്. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ന്യൂജൻ കരിക്കുലം വികസിപ്പിക്കും. വയനാട് മരിച്ച സിദ്ധാർത്ഥിന്റെ പേരിൽ ആന്റി റാഗിംഗ് സംവിധാനം നടപ്പിലാക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പരീക്ഷിച്ച് വിജയിച്ച സെമസ്റ്റർ ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്നുള്ള ആശയം അത് പിന്നീട് നിർത്തി സെമസ്റ്റർ ഇൻ കേരള എന്ന പേരിൽ പുനരാരംഭിക്കും. അതായത് ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഒരു സെമസ്റ്റർ ഔട്ട്സൈഡ് പോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സെമസ്റ്റർ ഇൻ കേരള എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിദേശ രാജ്യങ്ങളിലെ കുട്ടികൾ അവരുടെ സെമസ്റ്റർ ഔട്ട്സൈഡ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് സെമസ്റ്റർ ഇൻ കേരള എന്നുള്ള പ്രോഗ്രാമിലേക്ക് എത്തും. അതായത് സ്റ്റുഡൻറ് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃപ്പൂണിത്തുറ MLA കെ ബാബു. ആരോഗ്യ പ്രശ്നങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും കൊണ്ടാണ് പിന്മാറ്റമെന്ന് കെ ബാബു കൊച്ചിയിൽ പറഞ്ഞു. പിൻഗാമിയായി ആരുടെയും പേര് മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണെന്നും മുൻ എക്സൈസ് മന്ത്രി കൂടിയായ ബാബു വ്യക്തമാക്കി. അതേസമയം കെ ബാബു ഔദ്യോഗികമായി പിന്മാറിയതോടെ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് സജീവമാക്കി. തുടക്കത്തിൽ ഇടത് വലത് മുന്നണികളെ മാറി മാറി സ്വീകരിച്ച മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. എന്നാൽ 91-ൽ കെ ബാബു തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനെത്തിയതോടെ UDF-ന്റെയും കോൺഗ്രസിന്റെയും കുത്തക മണ്ഡലമായി തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലം മാറി. തുടർച്ചയായി 5 തവണയാണ് കെ ബാബു മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലെത്തിയത്. രാഷ്ട്രീയ സാഹചര്യങ്ങളും ആരോപണങ്ങളും കടുത്ത 2016-ൽ M സ്വരാജിനോട് പരാജയപ്പെട്ടു. 21-ൽ അതേ സ്വരാജിനെ പരാജയപ്പെടുത്തി വീണ്ടും MLA. ഇത്തവണ അധികാരത്തിലെത്തിയാൽ വീണ്ടും മന്ത്രിപദത്തിലേക്ക് എത്തുമെന്ന ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിൽക്കുന്നതായി കെ ബാബു പ്രഖ്യാപിച്ചത്. ഞാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, എനിക്ക് താല്പര്യമില്ല, എൻ്റെ വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. അല്ല, മത്സരിക്കാനുള്ള പ്രധാന കാരണം വിജയസാധ്യതയുടെ കുറവല്ല. തൃപ്പൂണിത്തുറ നിയോജകമണ്ഡലത്തിൽ UDF-ന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു തെരഞ്ഞെടുപ്പിൽ എനിക്കങ്ങനെ വിജയസാധ്യതയെക്കുറിച്ചൊരു സംശയം ഒരിക്കലും ഉണ്ടായിട്ടില്ല. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സാധ്യതയാണ് തൃപ്പൂണിത്തുറയിൽ ഇപ്പോഴുള്ളത്. കോൺഗ്രസിന് വേരോട്ടമുള്ള മണ്ഡലത്തിൽ BJP ശക്തമായ സാന്നിധ്യമാണ്. തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ നേട്ടമാണ് BJP ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി 15% മുകളിലാണ് BJPയുടെ വോട്ട് ശതമാനം. 2011-ലെ 3.77% നിന്നാണ് BJPയുടെ വളർച്ച. അതേസമയം അത്തരം ആശങ്കകൾക്ക് ഇടമില്ലെന്നാണ് MLA വ്യക്തമാക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ LDF-ഉം UDF-ഉം തമ്മിലായിരിക്കും മത്സരം. തൃപ്പൂണിത്തുറയിൽ അടുത്ത കാലത്തായിട്ട് CPM കുറച്ച് BJP കുറച്ച് ശക്തിപ്പെട്ടിട്ടുണ്ട്. ചില ധ്രുവീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. സമീപകാലത്താണ് BJPക്ക് അനുകൂലമായിട്ടൊരു ധ്രുവീകരണം കേരളത്തിലും പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവിടെ BJPക്ക് 2ാം സ്ഥാനത്തെത്താനുള്ള സാഹചര്യമൊന്നും ഞാൻ കാണുന്നില്ല. രാജു P. നായരും രമേഷ് പിഷാരടിയും തമ്പി സുബ്രഹ്മണ്യവുമെല്ലാം മണ്ഡലത്തിൽ കോൺഗ്രസ് പരിഗണിക്കുന്നവരിൽ പ്രധാനികളാണ്. ഒരുപക്ഷെ സർപ്രൈസ് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിലേക്ക് എത്തിയേക്കാം. ഏതായാലും മധ്യ കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലമായി തൃപ്പൂണിത്തുറ ഒരിക്കൽ കൂടി മാറുകയാണ്. അമൃത ന്യൂസ്, കൊച്ചി. ഒന്നാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിലാക്കാൻ മുന്നണികൾ. കോൺഗ്രസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ആദ്യഘട്ട പ്രഖ്യാപനമുണ്ടാകും. തിങ്കളാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിന് പിന്നാലെ CPM-ലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ പൂർത്തിയാക്കും. ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് BJPയുടെയും നീക്കം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി 1ാം ഘട്ട പ്രഖ്യാപനം നടത്തി കളം നിറയാനാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത്.
ഘടകകക്ഷി ചർച്ചകളടക്കം ആദ്യം തുടക്കമിട്ട കോൺഗ്രസ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലും മുന്നിലാകാനാണ് ശ്രമിക്കുന്നത്. ഈ മാസം 25-നകം 1ാം-ഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സിറ്റിംഗ് MLA-മാരുടെയും പ്രമുഖ നേതാക്കളുടെയും പ്രഖ്യാപനമാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാകുക. പാലക്കാടും തൃപ്പൂണിത്തുറയിലും ഒഴികെ സിറ്റിംഗ് MLA-മാർ മത്സരിക്കുമെങ്കിലും യൽദോസ് കുന്നപ്പള്ളിയുടെയും IC ബാലകൃഷ്ണന്റെയും കാര്യത്തിൽ ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. അതേസമയം ഇടതുമുന്നണി യോഗം തിങ്കളാഴ്ച ചേർന്ന ഘടകകക്ഷികളുമായുള്ള സീറ്റ് ചർച്ചകൾ അന്തിമമാക്കും. അതിനു മുമ്പ് ശനിയാഴ്ച CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും വെള്ളിയാഴ്ച CPI നേതൃയോഗവും ചേരുന്നുണ്ട്. കേരള കോൺഗ്രസ് ഉൾപ്പെടെ മറ്റു ഘടകകക്ഷികൾ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. നേതൃയോഗങ്ങൾക്ക് തൊട്ടു പിന്നാലെ തന്നെ പ്രഖ്യാപനം നടത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. അതേസമയം 1ാം ഘട്ടത്തിൽ 30 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകാനാണ് BJPയും തയ്യാറെടുക്കുന്നത്. ഈ മാസം അവസാനത്തോടെ BJPയുടെ ആദ്യഘട്ടം പ്രഖ്യാപിക്കുകയാണ്. A+ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളാകും ആദ്യഘട്ടത്തിൽ BJP പ്രഖ്യാപിക്കുക. രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, V. മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ആദ്യഘട്ടത്തിൽ ഇടം നേടും. മാർച്ച് ആദ്യവാരത്തിലാണ് ഏറെക്കുറെ വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത്. അതിനു മുമ്പ് തന്നെ 1ാം-ഘട്ട പ്രഖ്യാപനം നടത്തി ചുവടുറപ്പിക്കുകയാണ് മുന്നണികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM സൈബർ ടീമിൽ പൊട്ടിത്തെറി. MV നികേഷ് കുമാറിന്റെ ഏകപക്ഷീയ നടപടികളിൽ പ്രതിഷേധിച്ച് മുതിർന്ന മാധ്യമപ്രവർത്തകരായ KV സുധാകരൻ, K. മോഹൻദാസ്, ES സുഭാഷ് എന്നിവർ ഡിജിറ്റൽ ടീം ചുമതല ഒഴിഞ്ഞു. നികേഷ് കുമാറിനെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അനാവശ്യമായി സംരക്ഷിക്കുന്നു എന്ന ആരോപണവും ശക്തമാണ്. ഡിജിറ്റൽ വിങ്ങിന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കാര്യക്ഷമമല്ല എന്ന അഭിപ്രായമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. MV നികേഷ് കുമാർ മാധ്യമപ്രവർത്തനം അവസാനിപ്പിച്ച് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ശേഷം CPM മീഡിയ സെല്ലിന്റെ ചുമതല എന്ന ഉത്തരവാദിത്തപ്പെട്ട പദവിയാണ് നിർവഹിച്ചിരുന്നത്. എന്നാൽ ഏറെ നാളുകളായി CPMന്റെ ഡിജിറ്റൽ വിഭാഗത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ വിമർശനങ്ങൾ പുകയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി വിലയിരുത്തിയ നേതൃയോഗത്തിലും ഡിജിറ്റൽ വിഭാഗം കാര്യക്ഷമമായി ഇടപെടൽ നടത്തിയിരുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലടക്കം സർക്കാരും പാർട്ടിയും പ്രതിരോധത്തിലാകുന്ന ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഇടപെടൽ നടത്താൻ സൈബർ ടീമിന് കഴിയാതെ പോയി എന്നും വിലയിരുത്തലുണ്ട്. MV നികേഷ് കുമാർ പല കാര്യങ്ങളിലും ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു എന്നതാണ് ഡിജിറ്റൽ മീഡിയയ്ക്കുള്ളിൽ ഉയരുന്ന പ്രധാന ആക്ഷേപം. പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നികേഷ് കുമാറിന് അനാവശ്യ പിന്തുണ നൽകുന്നുവെന്നും AKG സെന്ററിലേക്ക് കൊണ്ടുവന്നിരുത്തിയിട്ടും സെക്രട്ടറി നയിക്കുന്ന മേഖലാ ജാഥകളിലെ പ്രചാരണം പോലും പാളിയെന്നുമാണ് വിമർശനം. സാമൂഹ്യ മാധ്യമങ്ങളിലെ CPMന്റെ ഇടപെടൽ ശരിയാകുന്നില്ല എന്നും വീഴ്ചകൾ ആവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രിക്കും അഭിപ്രായമുണ്ട്. ഈ ഘട്ടത്തിലാണ് സൈബർ ടീമിൽ തന്നെ പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത്. ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർമാരായ KV സുധാകരൻ, K. മോഹൻദാസ്, ES സുഭാഷ് എന്നീ മുതിർന്ന മാധ്യമപ്രവർത്തകർ ഡിജിറ്റൽ ടീം ഒഴിഞ്ഞിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി UDFനെതിരെ CPMന്റെ ഡിജിറ്റൽ ക്യാമ്പയിൻ കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. ആ ഇരുണ്ടകാലം ഇനി വേണ്ട എന്ന പേരിൽ ആവേശത്തോടെ ക്യാമ്പയിന് തുടക്കമിട്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് CPM സൈബർ ടീമിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബാറുകളുടെ സമയമാറ്റ വിവാദത്തിൽ പ്രതിപക്ഷത്തിനെതിരെ മന്ത്രി MP രാജേഷ്. ഒരു വിഷയത്തിൽ നിലപാടെടുത്താൽ അത് പരസ്യമായി പറയാനുള്ള മാന്യത കാണിക്കണം. ബാറുകാരും പ്രതിപക്ഷവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയില്ല. ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നിലപാട് സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്തത്. സമയമാറ്റത്തിൽ അനുകൂലമായിരുന്നു പ്രതിപക്ഷം. LDFും UDFും ഇക്കാര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നാണ് സമയമാറ്റമെന്ന് മന്ത്രി കണ്ണൂരിൽ പറഞ്ഞു. ഈ കാര്യം അറിയായിരുന്നു. തീരുമാനം ഭരണപരമായ നടപടിക്രമം കഴിഞ്ഞിട്ടില്ലേ, ഒട്ടും തിടുക്കത്തിലല്ല. അത് ഇന്നലെയും പറഞ്ഞു. ഇന്ന് ഏതോ ഒരു പത്രം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. 49 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട്. വർഷങ്ങളായിട്ട് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിൽക്കുന്നൊരാവശ്യമാണ്. പ്രതിപക്ഷം പക്ഷേ അവരുടെ നിലപാട് അറിയിച്ചു. ഇതൊരു പ്രശ്നത്തിലുള്ള നിലപാടാണ്. ആ നിലപാട് എന്തിനാണ് അവർ ഒളിച്ചു വയ്ക്കുന്നത്? ഒളിച്ചു കളിക്കേണ്ട കാര്യം എന്താ? ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ ജാമ്യഹർജിയിൽ വിധി നാളെ. പത്മകുമാറിന്റെ സ്വാഭാവിക ജാമ്യഹർജി പരിഗണിച്ച കൊല്ലം വിജിലൻസ് വിധി പറയാൻ നാളത്തേക്ക് മാറ്റി. കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ നിയമപരമായി അർഹതപ്പെട്ട ജാമ്യം ലഭിക്കാനാണ് പത്മകുമാർ ഹർജി നൽകിയിരിക്കുന്നത്. നാളെ ജാമ്യം ലഭിച്ചാലും ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ നാളെ പത്മകുമാറിന് ജയിൽ മോചിതനാകാൻ സാധിക്കില്ല. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിയുടെ പങ്ക്
പങ്ക് തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്നും 2 കേസുകളിലും തന്ത്രിയുടെ പങ്കിന് തെളിവുകളില്ലെന്നും ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ തന്ത്രിയുടെ ജാമ്യ ഉത്തരവിൽ പറയുന്നു. SITയുടെ വാദങ്ങൾ തള്ളിയാണ് ജാമ്യ ഉത്തരവ്. ഇന്നലെയാണ് ജാമ്യം ലഭിച്ച തന്ത്രി രാജീവ് കണ്ഠര് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ ദേവസ്വം ബോർഡിന്റെ ചുമതലയിലാണെന്നും പൂജകൾ ഉൾപ്പെടെ താന്ത്രികപരമായ കാര്യങ്ങളിൽ മാത്രമാണ് തനിക്ക് ചുമതലയെന്നും ഗൂഢാലോചന തെളിയിക്കാൻ SITക്ക് കഴിഞ്ഞില്ലെന്നും ജാമ്യ ഉത്തരവിൽ പറയുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ അമീറായി VD സതീശനെ നിയോഗിച്ചിട്ടുണ്ടോ എന്ന് BJP നേതാവ് MT രമേശ്. മുസ്ലിം രാഷ്ട്രീയത്തിന്റെ അജണ്ട കൊണ്ടുവരാൻ CPMഉം UDFഉം ശ്രമിക്കുകയാണെന്നും MT രമേശ് പറഞ്ഞു. UDFഉം LDFഉം മത്സരിച്ചുകൊണ്ട് ഒരു മുസ്ലിം അജണ്ട സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുകയാണ്. UDFഉം LDFഉം നടത്തുന്ന ഈ ഹീനമായിട്ടുള്ള മുസ്ലിം അജണ്ട രാഷ്ട്രീയം കേരളത്തിൻ്റെ സാമുദായിക സാഹചര്യത്തെ മുറിവേൽപ്പിക്കുന്നതാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് അതിൻ്റെ അമീറാണോ അതോ പുതിയ അമീറായി തിരഞ്ഞെടുക്കപ്പെട്ട VD സതീശനാണോ? ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നൽകുക, അയ്യപ്പ ഭക്തന്മാർക്കെതിരായിട്ടുള്ള കള്ളക്കേസുകൾ പിൻവലിക്കുക എന്നീ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഈ മാസം 24-ാം തീയതി മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുമ്പിൽ അയ്യപ്പ ജ്യോതി തെളിയിച്ചുകൊണ്ട് ഞങ്ങൾ പ്രക്ഷോഭം ആരംഭിക്കും. ആറന്മുളയിലെ വിവാദ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിയിൽ നിന്ന് പിന്മാറി സംസ്ഥാന സർക്കാർ. നിർദ്ദിഷ്ട പ്രദേശത്തെ വെള്ളക്കെട്ട് സാധ്യതയും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു. ആറന്മുളയിലെ വിമാനത്താവള സംരംഭകരായിരുന്ന KGS ഗ്രൂപ്പ് തന്നെയായിരുന്നു IT പാർക്ക് പദ്ധതിയുമായി രംഗത്തെത്തിയിരുന്നത്. ഇൻഫോ പാർക്ക് ഇന്റഗ്രേറ്റഡ് ബിസിനസ് ടൗൺഷിപ്പ് എന്ന പേരിലായിരുന്നു പദ്ധതി. എന്നാൽ ആറന്മുളയിൽ വിമാനത്താവളത്തിന് പിന്നാലെ IT പാർക്കും വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. വിവരാവകാശ മറുപടിയിലാണ് ഇക്കാര്യം അധികൃതർ വ്യക്തമാക്കിയത്. പദ്ധതി പ്രദേശത്ത് വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടാണ് സർക്കാരിന്റെ പിന്മാറ്റത്തിന് പ്രധാന കാരണം. പദ്ധതിക്കായി കണ്ടെത്തിയ 344 ഏക്കറിൽ ഭൂരിഭാഗവും നിലമാണെന്ന് കൃഷി ഓഫീസറുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ആകെ ഭൂമിയിൽ 21.6 ഹെക്ടർ മാത്രമാണ് പുരയിടമായുള്ളത്. ബാക്കി 100.91 ഹെക്ടറും നിലമാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയാൽ പ്രദേശത്ത് ഗുരുതരമായ വെള്ളക്കെട്ടുണ്ടാകുമെന്ന് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇലക്ട്രോണിക്സ് ക്ലസ്റ്റർ പദ്ധതിക്ക് ആവശ്യമായ ഭൂമിയുടെ 90% നിലമായതിനാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഭൂപരിഷ്കരണ ചട്ടത്തിൽ വലിയ ഇളവുകൾ ആവശ്യമാണ്. നേരത്തെ ഇതേ സ്ഥലത്ത് വിമാനത്താവളത്തിനായി നിലം നികത്തുന്നതിനെതിരെ ശക്തമായ ജനകീയ പ്രതിഷേധമുയർന്നിരുന്നു. ഇത് കണക്കിലെടുത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന പദ്ധതികൾ മാത്രം ആസൂത്രണം ചെയ്യണമെന്ന കളക്ടറുടെ റിപ്പോർട്ടടക്കം കണക്കിലെടുത്താണ് തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട. ആറന്മുള ഇലക്ട്രോണിക് സിറ്റി പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റത്തിൽ നിലപാട് മാറ്റമില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. ഭൂമി സംബന്ധിച്ച ചില പ്രശ്നങ്ങൾ കാരണമാണ് എതിർപ്പുണ്ടായിരുന്നത്. അക്കാര്യങ്ങളിൽ ഇപ്പോഴും മാറ്റമില്ലെന്നും മന്ത്രി പറഞ്ഞു. ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തെന്ന ആരോപണത്തെ തുടർന്ന് ബ്രിട്ടീഷ് രാജകുടുംബാംഗവും കിങ് ചാൾസിന്റെ സഹോദരനുമായ ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസറെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് തേംസ് വാലി പോലീസ് നടപടി സ്വീകരിച്ചത്. UK ട്രേഡ് എൻവോയ് ആയി സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് അതീവ രഹസ്യ സ്വഭാവമുള്ള സർക്കാർ രേഖകൾ ആൻഡ്രൂ എപ്സ്റ്റീന് കൈമാറിയെന്നതാണ് പ്രധാന ആരോപണം. നോർഫോക്കിലെ സാൻഡ്രിംഗ്ഹാം എസ്റ്റേറ്റിൽ വെച്ചാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. നിലവിൽ പോലീസ് ആൻഡ്രൂവിന്റെ ബർക്ക്ഷയറിലെയും നോർഫോക്കിലെയും വസതികളിൽ പരിശോധന നടത്തിവരികയാണ്. തന്റെ 66-ാം ജന്മദിനത്തിലാണ് മുൻ രാജകുമാരൻ അറസ്റ്റിലായത് എന്നത് ശ്രദ്ധേയമാണ്. ആൻഡ്രൂവിനെതിരെയുള്ള ലൈംഗികാരോപണങ്ങളും മനുഷ്യക്കടത്ത് പരാതികളും നേരത്തെ ചർച്ചയായിരുന്നുവെങ്കിലും ഇപ്പോൾ നടന്ന അറസ്റ്റ് ഔദ്യോഗിക രഹസ്യങ്ങൾ കൈമാറിയതുമായി ബന്ധപ്പെട്ടാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം തനിക്കെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും ആൻഡ്രൂ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു. തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ DMK ADMK സഖ്യത്തിൽ DMDK ജനറൽ സെക്രട്ടറി പ്രേമലത വിജയകാന്ത് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി കൂടിക്കാഴ്ച നടത്തി. 200 സീറ്റിലധികം സഖ്യത്തിന് നേടാനാകുമെന്ന് പ്രേമലത വിജയകാന്ത് പറഞ്ഞു. എത്ര സീറ്റിൽ മത്സരിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കുമെന്നും പ്രേമലത വിജയകാന്ത് വ്യക്തമാക്കി. നേരത്തെ DMDK NDAയിൽ എത്തുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. നവകേരള സർവേയിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള തിരിച്ചടി മറികടക്കാൻ അതിവേഗത്തിൽ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്ത് സർക്കാർ. നയപരമായ കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാനാകില്ലെന്ന വാദമുയർത്തി സർക്കാരിന്റെ പ്രതിരോധം. സംസ്ഥാനത്ത് ബാറുകളുടെ സമയം നീട്ടിയ നടപടിയിൽ സർക്കാരിലും
പാർട്ടിയിലും ചർച്ചകൾ നടന്നില്ലെന്ന വിമർശനവും ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് വേളയിൽ ഹൈക്കോടതിയിൽ നിന്നുണ്ടായ തിരിച്ചടി മറികടക്കാൻ അതിവേഗത്തിലാണ് നവകേരള സർവേയുടെ കാര്യത്തിൽ സർക്കാർ മുന്നോട്ടു പോകുന്നത്. AGയുടെ നിയമോപദേശം തേടിയ ശേഷം സുപ്രീം കോടതിയിൽ ഹർജിയും ഫയൽ ചെയ്തു. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം തികച്ചും സർക്കാരിന്റെ നയപരമായ കാര്യമാണെന്നും അതിൽ കോടതികൾക്ക് എത്ര കണ്ട് ഇടപെടാനാകുമെന്ന ചോദ്യവുമാണ് സർക്കാർ ഉന്നയിക്കുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് വാദമുഖം. ഹൈക്കോടതി വിധിയിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടി വിജ്ഞാപനത്തിനു മുമ്പ് തന്നെ സർവേ നടപടികൾ പൂർത്തിയാക്കാനാണ് തയ്യാറെടുക്കുന്നത്. അതിനിടെ സംസ്ഥാനത്ത് ബാറുകളുടെ സമയം ദീർഘിപ്പിച്ച നടപടിയിൽ സഭാ അധ്യക്ഷന്മാരിൽ നിന്നും പ്രതിപക്ഷത്തിൽ നിന്നും വിമർശനം ശക്തമാകുന്നതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലും വിയോജിപ്പുയരുന്നു. ബാറുകളുടെ സമയം കൂട്ടുന്നത് മദ്യനയത്തിലെ മാറ്റമാണ്. ഇടതുമുന്നണിയിലോ സർക്കാരിലോ വേണ്ട രീതിയിൽ ചർച്ച നടത്തിയില്ല എന്നാണ് വിമർശനം. എക്സൈസ് മന്ത്രി സ്വന്തം നിലയിൽ തീരുമാനവുമായി മുന്നോട്ടു പോകുകയും മുഖ്യമന്ത്രിയിൽ നിന്ന് അനുമതി നേടുകയുമാണ് ഉണ്ടായതെന്ന വിമർശനമാണ് സർക്കാരിലും പാർട്ടിയിലും ഉയരുന്നത്. എന്നാൽ തിരഞ്ഞെടുപ്പ് വേളയായതിനാൽ തൽക്കാലം വിയോജിപ്പുകൾ പ്രകടിപ്പിക്കാതെ മുന്നോട്ടു പോകാനാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബാറിലെ സമയമാറ്റത്തിന് പിന്നിൽ വ്യക്തമായ അഴിമതിയെന്ന് KC വേണുഗോപാൽ. ഏറ്റവും കൂടുതൽ ബാറുകൾ അനുവദിച്ച സർക്കാരാണിത് എന്നും പരമാവധി കുടിച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഒരേ സമയം മദ്യവർജനത്തെക്കുറിച്ചും സർക്കാർ പറയുന്നുണ്ട്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ എങ്ങനെ തീരുമാനം നടപ്പിലാക്കുന്നു എന്നും അദ്ദേഹം ചോദിച്ചു. പുലർച്ചെ 3 മണിയും സ്റ്റാർ ഹോട്ടലാണെങ്കിൽ പുലർച്ചെ 3 മണിയും ബാർ തുറന്നു നോക്കാം. മറ്റേത് 12 മണി വരെയും ബാർ തുറന്നു നോക്കാം. കുടിക്കാൻ പറ്റുന്നവർ പരമാവധി കുടിച്ചോളൂ എന്നാണ് സർക്കാർ പറയുന്നത്. എന്നിട്ട് മറ്റൊരു ഭാഗത്ത് അവർ മദ്യവർജനവും പറയുന്നുണ്ട്, മദ്യവർജനത്തിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങൾ അനുവദിച്ചൊക്കെ ഈ സർക്കാർ വന്ന ശേഷം കേരളത്തിൽ അനുവദിച്ച ബാറുകളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ അറിയാം. സർവ്വകാല റെക്കോർഡ് എന്ന് പറയാൻ പറ്റുന്നതാണ്. നമ്മൾ അത്രയേറെ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വ്യക്തമായ അഴിമതിയാണ് അതിൻ്റെ പിന്നിലുള്ളത്, അതിന് സംശയമില്ല. ആ അഴിമതിയാണ് സത്യത്തിൽ ഗവൺമെൻറ് ആ തീരുമാനം അടിയന്തരമായി പിൻവലിക്കണം. മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ എങ്ങനെ തീരുമാനം വന്നു ആർക്കും മനസ്സിലാവുന്നില്ല. തിരുവനന്തപുരം തിരുവല്ലത്ത് ഒഴിഞ്ഞ പറമ്പിൽ തലയോട്ടികളും അസ്ഥികൂടങ്ങളും കണ്ടെത്തി. തലയോട്ടികളിൽ വാസു, സജിൻ എന്നീ പേരുകൾ എഴുതിയിട്ടുണ്ട്. അസ്ഥിയിൽ അഷ്ന എന്ന പേരും എഴുതിയിട്ടുണ്ട്. ഫോറൻസിക് സംഘവും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മെഡിക്കൽ പഠനത്തിനുള്ള ശരീരഭാഗങ്ങളാണെന്നാണ് നിഗമനം. സംഭവത്തിൽ തിരുവല്ലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആലപ്പുഴയിൽ കടലിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ സ്വദേശി അഭിഷേകാണ് മരിച്ചത്. പുതുവൽ ലിബി മഞ്ജു ദമ്പതികളുടെ മകനാണ് 11-കാരനായ അഭിഷേക്. പായൽക്കുളങ്ങര അഞ്ചാലും കാവ് കടപ്പുറത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്നലെ വൈകിട്ട് കൂട്ടുകാർക്കൊപ്പം കടലിൽ കുളിക്കവേ കാണാതാവുകയായിരുന്നു.